നമസ്കാരം. അമേരിക്കയെ ഇറാൻ വളഞ്ഞു. ഇറാൻ പട ട്രംപിനെ കത്തിക്കാൻ തയ്യാറെടുക്കുന്നു. അമേരിക്കയുടെ വിരലൊന്നനങ്ങിയാൽ പശ്ചിമേഷ്യ തിരിച്ചടിക്കും എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭീഷണിപ്പെടുത്തിയാൽ തകരുമെന്ന് കരുതിയവർക്ക് തെറ്റി. അതും ഇറാനെ കുറിച്ച്, ഇറാനെതിരെ. ഇത് ഇറാനാണ്, ഇവിടെ ഉള്ളത് ഖമേനിയാണ് എന്നുള്ളത് മറന്നുപോയി അമേരിക്ക. ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും, അതൊരു തുറന്ന സൈനിക ആക്രമണമാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രഹസ്യ ഇടപെടലാകട്ടെ, ഇറാന്റെ കാഴ്ചപ്പാടിൽ അതൊരു പൂർണ്ണ യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ് എന്നും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഇറാന്റെ പ്രതികരണം അത്യന്തം കഠിനവും ഖേദകരവുമായിരിക്കുമെന്നായിരുന്നു ഇറാൻ ലോക സമൂഹത്തിന് മുന്നിൽ ഉയർത്തിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം അതീവ സംഘർഷത്തിലേക്ക് നീങ്ങുകയും രാജ്യവ്യാപകമായിട്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ രൂക്ഷമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ശക്തമായ നിലപാട് പുറത്തു വന്നതും ഇറാൻ അത്തരത്തിലൊരു വളരെ കൃത്യമായ മറുപടി നൽകിയത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസ്കിയാനായിരുന്നു. രാജ്യത്തിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും അത് ഇറാന്റെ അസ്തിത്വത്തോടുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. ആഭ്യന്തര അശാന്തിയിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സ്ഥിരത സംരക്ഷിക്കാൻ നിയമവും ശിക്ഷാ നടപടികളും കൂടുതൽ ശക്തമാക്കേണ്ടി വരുമെന്ന സൂചന കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. അപ്പോൾ ഇറാനിലെ നിലവിലെ പ്രതിസന്ധി ഒരു ആഭ്യന്തര പ്രശ്നമായി മാത്രം കാണാൻ കഴിയില്ല എന്നും അതിന് ആഗോള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നും പെസഷ്കിയാൻ ആവർത്തിച്ചു പറയുകയും ചെയ്തു. ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാമൂഹിക അസ്ഥിരതകൾക്കും പ്രധാന കാരണമെന്ന് പറയപ്പെടുന്നത് അമേരിക്കയും അതിൻ്റെ സഖ്യരാജ്യങ്ങളും വർഷങ്ങളായിട്ട് ഏർപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഉപരോധങ്ങളാണ് എന്ന് പെസഷ്കിയാൻ തുറന്നടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഉപരോധങ്ങൾ ഒരു ഭരണകൂടത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല, മറിച്ച് സാധാരണ ഇറാനിയൻ ജനതയുടെ ജീവിതം തന്നെ ശ്വാസം മുട്ടിക്കുന്ന നിലയിലേക്കാണ് തള്ളിയത് എന്നുള്ളതാണ് അവരുടെ വാദം. അങ്ങനെ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളിലെ തകരാറുകൾ, അപ്പോൾ ഇവയെല്ലാം ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങളായി തെരുവുകളിൽ പ്രകടമാവുകയാണ് എന്നും അതാണ് ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകരുന്നത് എന്നും തന്നെയാണ് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചത്. ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് മനസ്സിലാകാം. അതേസമയം ഇറാന്റെ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. ഇറാനിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അമേരിക്കൻ ഇടപെടൽ പരിഗണിക്കാമെന്ന മുന്നറിയിപ്പ് ട്രംപ് പല ആവർത്തി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം ഇറാനിൽ ഒരു പുതിയ നേതൃത്വത്തെ അന്വേഷിക്കേണ്ട സമയമായി എന്ന് ട്രംപ് പറഞ്ഞതിനെ വരെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇറാനെ ഇത് കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള തരത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. വളരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ട്രംപ് പറഞ്ഞത്. കാരണം ഇറാനിലെ പുതിയ നേതൃത്വത്തെ അന്വേഷിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ആയത്തുള്ള ഖമേനിയെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ നിലവിലെ ഇറാൻ നേതൃത്വം അധികാരം നിലനിർത്താൻ അക്രമത്തെയും അടിച്ചമർത്തലിനെയും ആശ്രയിക്കുന്നു എന്നുകൂടി ട്രംപ് പറഞ്ഞു വെച്ചതോടുകൂടി, അല്ലെങ്കിൽ ട്രംപിന്റെ വിമർശനം വന്നതോടുകൂടി അമേരിക്ക ഇറാൻ വാക്കേറ്റം കൂടുതൽ കടുപ്പമേറിയതായി മാറിയെന്നുള്ളതാണ്. ഇതിനിടെ ഇറാനിലെ യഥാർത്ഥ അവസ്ഥ അതീവ ഭീകരമാണ് എന്ന് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ദിവസങ്ങളായി തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സുരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് ഏകദേശം 5000 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനടക്കം ഇതിനോട് കൂടി ചേർത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ കുർദിഷ് മേഖലകളിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. കുർദിഷ് വിഘടനവാദികളും സർക്കാർ സേനയും തമ്മിലുള്ള സംഘർഷങ്ങൾ പല സ്ഥലങ്ങളിലും ആഭ്യന്തര യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിച്ചുവെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ കലാപങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ട് എന്നുള്ള നിലപാടാണ് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി സ്വീകരിക്കുന്നത്. ഈ സമീപ ദിവസങ്ങളിലായിട്ട് നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ ഖമേനി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പ്രതിഷേധങ്ങൾ വളർത്തുകയാണ് എന്ന് ആരോപിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അകത്തുള്ള സ്ഥിരത അല്ലെങ്കിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം അത് തകർക്കുവാൻ വിദേശ ശക്തികൾ രാജ്യദ്രോഹികളായ ചില ഘടകങ്ങളെ ഉപയോഗിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അക്രമത്തിനും നാശനഷ്ടങ്ങൾക്കും വഴിവെച്ചത് എന്നുള്ള സൂചനകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്.
അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും വിരട്ടലുകളും വിലപേശലുകളും ഇറാനെ ഭയപ്പെടുത്തുമെന്ന തെറ്റിദ്ധാരണ ലോകം ഉപേക്ഷിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഖമേനി വീണ്ടും വീണ്ടും ശക്തമായിട്ടുള്ള നിലപാടുകളിലൂടെ ആവർത്തിച്ചത്. ഭയപ്പെട്ടുപോയി അമേരിക്ക. തടവറകളിലെ പീഡനങ്ങളും വധശ്രമങ്ങളും അതിജീവിച്ചാണ് അദ്ദേഹം ഇറാന്റെ നേതൃത്വത്തിൽ എത്തിയത് എന്നും അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളോ സൈനിക ഭീഷണികളോ ഈ പേർഷ്യൻ രാഷ്ട്രത്തെ തളർത്തുമെന്ന കണക്കുകൂട്ടൽ ഇറാന്റെ ചരിത്രമറിയാത്തവരുടെ തെറ്റായ വിലയിരുത്തലാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ബാധിക്കുന്നുണ്ട്. കാരണം ഇറാൻ പറയുന്ന കാര്യം വളരെ കൃത്യമായി ചെയ്യുമെന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. രാജഭരണത്തെയും വിദേശ ആധിപത്യത്തെയും ബാല്യകാലം മുതൽ ചോദ്യം ചെയ്ത ആയത്തുള്ള അൽ ഖമേനി 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ രാഷ്ട്രീയ ദിശ നിർണയിച്ച നേതൃനിരയിലേക്ക് ഉയർന്നു വരികയായിരുന്നു. പ്രസിഡന്റായും പിന്നീട് പരമോന്നത നേതാവായും അദ്ദേഹം നേരിട്ടത് തുടർച്ചയായിട്ടുള്ള ആഭ്യന്തര കലാപങ്ങളും പാശ്ചാത്യ സമ്മർദ്ദങ്ങളുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഭരണകൂടം തകർന്നു വീഴുമെന്ന പാശ്ചാത്യ പ്രവചനങ്ങളെ അതിജീവിച്ച് ഇറാനെ സ്വയം പര്യാപ്തതയിലേക്ക് ശക്തമായ പ്രതിരോധ ശേഷിയിലേക്ക് നയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ദിശാബോധം എന്ന് പറയപ്പെടുന്നത്. പാലസ്തീൻ വിഷയത്തിൽ ഖമേനി സ്വീകരിച്ച ഉറച്ച നിലപാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കുകയായിരുന്നു. വാക്കുകളിൽ ഒതുങ്ങാത്ത അദ്ദേഹത്തിന്റെ പിന്തുണയിലൂടെ സൈനികവും സാങ്കേതികവുമായിട്ടുള്ള സഹായങ്ങൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രതിരോധമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഇറാൻ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറിയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത്. അത് ഈ ഇറാന്റെ ചില പ്രകടനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഖമേനിയെ നേരിട്ട് ലക്ഷ്യമിടുന്നത് ഒരു വ്യക്തിയെ മാത്രം പ്രതിപക്ഷത്തിലാക്കുവാനുള്ള ശ്രമമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ശക്തി കേന്ദ്രങ്ങൾ കീഴടങ്ങാതെ, അമേരിക്കൻ ഇസ്രായേൽ ശക്തി കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ സ്വന്തം രാഷ്ട്രീയം നിലപാടുകളും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുരക്ഷാ മുൻഗണനകളും സ്വയം നിർണ്ണയിക്കുന്ന ഒരു സ്വതന്ത്ര പശ്ചിമേഷ്യൻ പ്രതിരോധ അച്ചുതണ്ട് എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത് എന്നതാണ്. കാരണം ഖമേനിയെ ദുർബലപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതിനേക്കാൾ കൂടുതൽ ആ രാഷ്ട്രീയ ദർശനത്തെ, അതിനെ തന്നെ അസ്ഥിരമാക്കാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ വായിക്കപ്പെടേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ കഥ ഒരു വ്യക്തിയുടെ അധികാരയാത്രയായി മാത്രം ചുരുക്കാൻ കഴിയില്ല. ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും സൈനിക ഭീഷണികളും നേരിട്ട് അതിജീവിച്ച ഒരു രാഷ്ട്രത്തിന്റെ ദീർഘകാല പ്രതിരോധ അനുഭവങ്ങളുമായിട്ട് ചേർന്നതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടിയറവ് പറയുവാൻ വിസമ്മതിച്ച ചരിത്രവും വിദേശ ആധിപത്യത്തെ ചോദ്യം ചെയ്ത രാഷ്ട്രീയ മനസാക്ഷിയും ഈ നേതൃത്വത്തിലൂടെ തുടർച്ചയായിട്ട് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. വിരട്ടലുകളും വിലപേശലുകളും വഴിത്തിരിവുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലുകൾക്കിടയിലും അടിയറവിനേക്കാൾ പ്രതിരോധം തിരഞ്ഞെടുത്ത ഒരു രാഷ്ട്രത്തിന്റെ മനോബലം തന്നെയാണ് ഇതിലൂടെ സത്യം പറഞ്ഞാൽ ലോകത്തെ അറിയിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് വളർന്നു കഴിഞ്ഞ ആയത്തുള്ള അലി ഖമേനിയെ പോലുള്ളവരെ അവരെ തടയാൻ ശ്രമിച്ചാൽ ട്രംപിനെ പോലുള്ളവരെ കത്തിക്കാൻ തയ്യാറാകുന്ന ഒരു ഇറാൻ പട തന്നെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് വിധേനയും ഇറാനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ഇനിയും അമേരിക്കയുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടായാൽ അമേരിക്കയെ വളഞ്ഞു പിടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുവാൻ ഇറാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രക്ഷോഭകർക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞ് ചതിച്ചവനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് അവിടുത്തെ പ്രക്ഷോഭകർ തന്നെ മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ ഇനി തന്റെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റോ അമേരിക്കയെ പോലുള്ള വിരുദ്ധ ശക്തികളോ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കുവാൻ പദ്ധതിയിട്ടാൽ ഈ പ്രക്ഷോഭകരും ഇറാനിയൻ ജനതയും ഒന്നിച്ചു നിന്നുകൊണ്ട് അമേരിക്കയെ അടക്കമുള്ള രാജ്യങ്ങളെ കത്തിച്ചു കളയും എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പോൾ അങ്ങനെ ട്രംപിനെ അടക്കം ഇനി വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും ഡൊണാൾഡ് ട്രംപ് ചതിയനാണെന്നും മനസ്സിലാക്കിയ പ്രക്ഷോഭകർ ഇനി തിരികെ അവരുടെ നേതാക്കളുടെ അരികിലേക്ക് തന്നെ മടങ്ങിപ്പോകും, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് പ്രക്ഷോഭകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാനെ പോലൊരു രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരുന്നത്. അത് പക്ഷേ ഈ ചതിയിലൂടെ അവിടുത്തെ പ്രക്ഷോഭകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കുവാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പ്രക്ഷോഭകർ കൂടി എത്തുന്നതോടെ ഇറാന്റെ സൈന്യവും പ്രക്ഷോഭകരും അടങ്ങുന്ന ഒരു വലിയ ജനത ഒറ്റക്കെട്ടായി നിന്ന് അമേരിക്കയെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപിനെ പോലൊരു ചാരനെ, ഒറ്റുകാരനെ, ചതിയനെ കത്തിക്കാനും മടിക്കില്ല ഇറാൻ പട.